വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രി, ബയോളജിക്കൽ ഓക്സിഡേഷൻ വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ കുറിച്ചിട്ടാണ്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ETC കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റെഡ്യൂസിങ് ഇക്വലൻസ് ഉള്ള NADH അല്ലെങ്കിൽ FAD, NADH ഓർ FAD അങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസസ് തുടങ്ങിയവയിൽ നിന്ന് ഇലക്ട്രോൺ ഓക്സിജനിൽ എത്തുന്ന കാര്യമാണ് നമ്മൾ ETCയിൽ പറഞ്ഞത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫ്രം NADH, FAD അങ്ങനെയൊക്കെയുള്ളതിൽ നിന്ന് ഓക്സിജനിലേക്കാണ് എത്തുക. ഫൈനൽ വാട്ടർ ഉണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി പോകേണ്ടത് ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഓർ നമുക്കതിനെ ATP പ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഇക്വലൻസ് ഉള്ള NADH, FADH തുടങ്ങിയവയിൽ നിന്ന് ഇലക്ട്രോൺ ഓക്സിജനിലെത്തി അത് വാട്ടർ ആകുന്ന ഈ പ്രോസസ് മൊത്തം ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ദിസ് ഈസ് ഓക്സിഡേഷൻ പ്രോസസ്. ഈ നടക്കുന്ന ഓക്സിഡേഷൻ വഴി ഇതുവഴി നമ്മൾ ADPയിൽ ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിച്ചാൽ അതിനെ നമ്മൾ ATP ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ATP ഉണ്ടാക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ATP നടക്കുകയാണെങ്കിൽ ETCയിൽ നടക്കുന്ന ഓക്സിഡേഷൻ ATP പ്രൊഡക്ഷനുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് കപ്പിൾഡ് വിത്ത്, ഇഫ് ദിസ് ഓക്സിഡേഷൻ ഈസ് കപ്പിൾഡ് വിത്ത് ATP പ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് വിളിക്കും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഓസ്മോട്ടിക് ഹൈപ്പോത്തീസിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് പീറ്റർ മിച്ചൽസ് ആണ് ഇത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് ETCയിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറയാം. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ 4 കോംപ്ലക്സുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് കോംപ്ലക്സ് 1, 2, 3 and 4. അപ്പോൾ കോംപ്ലക്സ് 1ലെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാ. ഇതാണ് കോംപ്ലക്സ് 1 എങ്കിൽ ആൻഡ് ഏറ്റവും കുറഞ്ഞ റിഡോക്സ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറഞ്ഞ ആള് NADH ആണ്. NADHൽ നിന്ന് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് FMN വഴി, FMN ഇതിനകത്തുണ്ട്. FMN വഴി പിന്നെ എങ്ങോട്ടൊക്കെയാണ് പോവുക? അത് പോകുന്നത് അയൺ സൾഫറിലേക്കാണ്. അയൺ സൾഫർ വഴി അവിടെ നിന്ന് പോകുക കോഎൻസൈം Qയിലേക്കാണ്. കോഎൻസൈം Q അല്ലെങ്കിൽ യുബിക്വിറ്റോണിലേക്കാണ് അത് പോവുക. ഇത് ആണ് കോംപ്ലക്സ് 1ൽ എത്തുന്നു. ഇതാണ് ഇലക്ട്രോൺ പോകുന്ന വഴി. ഇതാണ് കോംപ്ലക്സ് 1ലെ ആക്ഷൻ. ആൻഡ് ഈ പ്രോസസ് കോംപ്ലക്സ് 1 വഴി നടക്കുമ്പോൾ ഇതിൽ നിന്ന് 4 പ്രോട്ടോൺ ഇന്നർ, ഇവിടെ നിന്ന് 4 പ്രോട്ടോൺസ്. പ്രോട്ടോൺ 1, 2, 3, 4 4 എവിടെ എത്തുന്നുണ്ട്? പുറത്തേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കോംപ്ലക്സ് 2 ഏകദേശം ഇവിടെയാണ്. അവിടെ സക്സിനേറ്റ് ഉണ്ട്. സക്സിനേറ്റിൽ നിന്ന് FAD വഴി ആൻഡ് ഫെറസ് സൾഫർ വഴി തന്നെ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി. ഇതും എവിടെ എത്തുന്നുണ്ട്? ഇതും കോഎൻസൈം Q അല്ലെങ്കിൽ യുബിക്വിനോണിൽ എത്തുന്നുണ്ട്. പക്ഷെ ഈ കോംപ്ലക്സ് വഴി എന്ത് പോകുന്നില്ല? H+ പക്ഷെ ഇവിടെ പോകുന്നില്ല എന്നുള്ളതാണ്. H+ ഒന്നും ഈ വഴി മുകളിലേക്ക് അല്ലെങ്കിൽ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ പുറം തള്ളുന്നില്ല. ഇനി അടുത്തത് കോംപ്ലക്സ് 3 ആണ്. കോംപ്ലക്സ് 3ൽ ഈ യുബിക്വിനോൺ അല്ലെങ്കിൽ കോഎൻസൈം Qയിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി. ആദ്യം പോകുന്നത് സൈറ്റോക്രോം Bയിലേക്കാണ്. സൈറ്റോക്രോം Bയിൽ നിന്ന് അയൺ സൾഫർ വഴി അത് സൈറ്റോക്രോം C1 വഴി ഈ ഇലക്ട്രോൺ പോകുന്നത് സൈറ്റോക്രോം Cയിലേക്കാണ്. ദിസ് ഈസ് സൈറ്റോക്രോം C ആണ്. സൈറ്റോക്രോം Cയിലേക്കാണ്. ഇങ്ങനെ ഇലക്ട്രോൺ പോകുമ്പോൾ ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്? ഇവിടെയും 4 പ്രോട്ടോൺ പുറന്തള്ളുന്നുണ്ട്. ഇവിടെ ഇപ്പൊ 4 പ്രോട്ടോൺ എത്തുന്നുണ്ട്. 4 പ്രോട്ടോൺസ്. ഇനി കോംപ്ലക്സ് 4ലോ കോംപ്ലക്സ് 4നകത്ത് സൈറ്റോക്രോം Cയിൽ നിന്നാണ് ഇലക്ട്രോൺ വരുന്നത്. സൈറ്റോക്രോം C എന്ന് പറഞ്ഞ ഇലക്ട്രോൺ സൈറ്റോക്രോം AA3 ആണ് ഇവിടെ ഉള്ളത്. സൈറ്റോക്രോം AA3യിൽ നിന്ന് അതിനകത്ത് കോപ്പർ കോംപ്ലക്സുകളൊക്കെ ഉണ്ട് എന്നും കൂടി ഓർക്കുക. ആൻഡ് ഈ ഇലക്ട്രോൺ എവിടേക്കാണ് പോവുക? ഇലക്ട്രോൺ പോകുന്നത് ഇവിടെയുള്ള ഓക്സിജനിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. ഓക്സിജൻ അപ്പോൾ H+ഉം ഈ ഇലക്ട്രോണും ഒക്കെ ചേർന്നിട്ട് വാട്ടർ H2O ആയിട്ടാണ് മാറുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രവർത്തനം വഴി ഏറ്റവും കൂടുതൽ റിഡോക്സ് പൊട്ടൻഷ്യലാണ് ഓക്സിജൻ ആണുള്ളത്. ഇതിന് ഏറ്റവും കുറവായിരുന്നു. ഏറ്റവും കുറവുള്ള റിഡോക്സ് പൊട്ടൻഷ്യൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള O2ലേക്ക് എത്തുന്നു, വാട്ടർ ആവും. ഈ കോംപ്ലക്സിന്റെ പ്രവർത്തനം വഴി പ്രോട്ടോൺ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിന്റെ പ്രവർത്തനം വഴി ഇവിടെ നിന്ന് 2 പ്രോട്ടോൺ അപ്പോൾ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. ഔട്ടർ മെംബ്രെയിൻ സ്പേസിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NADHൽ നിന്ന് തുടങ്ങുകയാണെങ്കിലോ NADHൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ
എണ്ണുകയാണെങ്കിൽ നമുക്ക് കൂട്ടാം. ഇവിടെ നിന്ന് 4 ആദ്യം, ഇവിടെ നിന്ന് 4, ഇപ്പൊ 4 ഇവിടെ പ്ലസ് അവസാനം ഇവിടെ നിന്ന് 2. ഇപ്പൊ മൊത്തം 10 പ്രോട്ടോൺ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. ഇപ്പൊ കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4 വഴി. അപ്പോൾ FADയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണെങ്കിൽ FADയിൽ നിന്ന് ആരംഭിക്കുന്നതാണെങ്കിൽ കോംപ്ലക്സ് 3 3ൽ നിന്ന് 4 ആൻഡ് കോംപ്ലക്സ് 4ൽ നിന്ന് 2. അപ്പോൾ മൊത്തം 6 H+ അല്ലെങ്കിൽ 6 പ്രോട്ടോൺ ആണ് പുറന്തള്ളുന്നത്. സോ അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? H+ കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ് അല്ലെ, ഇവിടെ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ സ്പേസിൽ H+ കോൺസെൻട്രേഷൻ ഇപ്പോൾ കൂടുതലാണ്. H+ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ pH കുറയും. സോ pH ഈസ് ഡിക്രീസ്. pH എത്രയാണ്? ഒരു 1.4 യൂണിറ്റ് മാട്രിക്സിനെ, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ആൻഡ് പ്രോട്ടോൺ പുറത്ത് കൂടുതലാണെങ്കിൽ അകത്ത് മാട്രിക്സിൽ കുറവുമായി കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട്. സോ പുറത്തുനിന്ന് H+ വർദ്ധിക്കുന്നത് മൂലം, കോൺസെൻട്രേഷൻ അകത്ത് കുറവായത് മൂലം ഈ പ്രോട്ടോണിന് അകത്തേക്ക് കയറാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ നമ്മൾക്കതിനെ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. സോ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ആൻഡ് ദിസ് ഈസ് 0.224 വോൾട്ട്. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം H+ന്, ഈ പ്രോട്ടോണിന് മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിൻ വഴി ഇങ്ങനെ കടന്നു പോരാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ H+ന് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലൂടെ കടന്ന് ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല. സോ അപ്പൊ പുറത്ത് വളരെ ഉയർന്ന ഒരു H+ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു, അകത്ത് വളരെ കുറഞ്ഞ ഒരു H+ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു. സോ അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഇപ്പൊ എങ്ങനെയായിരിക്കും? മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഇവിടെ ഒരു നദിയിലെ ഡാം പോലെയാണ് ഇപ്പൊ പ്രവർത്തിക്കുക. H+ ഇങ്ങോട്ടേക്ക് പോകുന്നത് തടഞ്ഞു വെച്ച് തീർത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. സോ അപ്പോൾ ഡാമിൽ എന്തെങ്കിലും ഒരു വിള്ളലോ ഒരു ഷട്ടറോ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഈ H+ന് അകത്തേക്ക് കയറാൻ സാധിക്കുമല്ലോ. സോ ഈ H+ന് അല്ലെങ്കിൽ പ്രോട്ടോണിന് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിന്റെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് അകത്തേക്ക് കടക്കാനുള്ള ചാനലാണ്, ഏക വഴിയാണ് ഈ കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് 5 ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഇതാണ് കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ്, അല്ലെങ്കിൽ വേറൊരു പേര് കൂടിയുണ്ട് F1 FO ATPase കോംപ്ലക്സ് 5 എന്നും കൃത്യമായിട്ട് ഫുൾ പേര് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. സോ ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ പുറം ഭാഗത്ത് ഒരു നോബ് പോലെയുള്ള ഭാഗമാണ്. സോ ഇതാണ് നോബ് പോലെയുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് FO യൂണിറ്റ്സ് എന്ന് പറയാം. ആൻഡ് ഇതിലൂടെ H+ന് അകത്തേക്ക് വരാം. ആൻഡ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്, ഇതാണ് മാട്രിക്സിന്റെ അകത്തേക്ക് H+ കയറണമെങ്കിൽ സോ അതിനകത്തുള്ള ഭാഗം ഈ ബോൾ പോലെയുള്ള ഒരു ഭാഗമാണ് ഇത്. ബോൾ പോലെ ഉള്ള ഒരു ഭാഗം ആണ് ഇത്. ആൻഡ് ഇതാണ് F1 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സോ 2 യൂണിറ്റ് FO യൂണിറ്റും F1 യൂണിറ്റും ഉണ്ട്. സോ ഈ പുറത്തുള്ള FO യൂണിറ്റ്, ഇതാണ് ഞാൻ വീണ്ടും ഒന്ന് വരയ്ക്കുക. FO യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് FO യൂണിറ്റ്. ആൻഡ് ഇതിന് മെംബ്രെയിൻ മൊത്തം സ്പാൻ ചെയ്യുന്ന രീതിയാണ്, ഔട്ടർ ടു ഇന്നർ മെംബ്രെയിൻ മൊത്തം സ്പാൻ ചെയ്യുന്ന രീതിയിലാണ്. മൊത്തം 10 C യൂണിറ്റ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ എഴുതാണെങ്കിൽ ഇങ്ങനെ 10 C യൂണിറ്റ്സ് ഉണ്ടെന്ന് പറയാം. താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10 C യൂണിറ്റ്സ്. ആൻഡ് ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് B2 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന താഴത്തുള്ള ഭാഗവുമായിട്ട് അടുത്ത യൂണിറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. സോ ഇതാണ് അപ്പൊ നോബ് പോലെയുള്ള ഭാഗം, നോബ് ലൈക്ക് യൂണിറ്റ്. സോ ഇതിലൂടെ എന്തിനു കയറാം? H+ന് അകത്തേക്ക് കയറാം. ഇനി മാട്രിക്സിലേക്കുള്ള മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിനകത്തേക്ക് നിൽക്കുന്ന യൂണിറ്റ് ആണ് F1 സബ് യൂണിറ്റ്. ആൻഡ് F1 സബ് യൂണിറ്റിൽ മൊത്തം 9 പോളിപെപ്റ്റൈഡ് ചെയിനുള്ള സബ് യൂണിറ്റ് ആണ്. ആൻഡ് നടുവിൽ ഇങ്ങനെ ഉള്ളതാണ്, ഇതിനെ നമ്മൾ ഗാമ ഷാഫ്റ്റ് എന്ന് വിളിക്കും. സോ ദിസ് ഇസ് ഗാമ ഷാഫ്റ്റ് എന്ന് നമുക്ക് എഴുതാം നടുവിലുള്ളത്. ആൻഡ് ഇതിന് ചുറ്റും 3 ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, 3 ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട്. സോ സപ്പോസ് ഇത് ആൽഫ സബ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് ബീറ്റ ആണെന്ന് വിചാരിക്കുക, ദെൻ പിന്നെ ഒരു ആൽഫ, പിന്നെ ഒരു ബീറ്റ, ദെൻ പിന്നെ ഒരു ആൽഫ, ദെൻ ഇവിടെ ഒരു ബീറ്റ, ഇങ്ങനെ 3 ആൽഫ 3 ബീറ്റ സബ് യൂണിറ്റ്സ്. പിന്നെ ഇവിടെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു ഡെൽറ്റ സബ് യൂണിറ്റ് ഉണ്ട്. ദെൻ ഇവിടെ ആയിട്ടൊരു ബന്ധിപ്പിക്കാനായിട്ട് പിന്നെ ഒരു സബ് യൂണിറ്റ് ഉള്ളത്, ഇതാണ് എപ്സിലോൺ. അങ്ങനെ 9 സബ് യൂണിറ്റ് ആണ് ഇതിനുള്ളത്. ആൻഡ് ഇതിൽ ആൽഫ സബ് യൂണിറ്റ്, സപ്പോസ് ദിസ് ഈസ് ആൽഫ സബ് യൂണിറ്റിൽ ATP ആൻഡ് ADP ക്കൊക്കെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആൽഫ സബ് യൂണിറ്റ്. ആൻഡ് ബീറ്റ സബ് യൂണിറ്റ് ആണ് കാറ്റലിറ്റിക് സൈറ്റ് എന്ന് പറയുന്നത് ബീറ്റ സബ് യൂണിറ്റ് ആണ്. ആൻഡ് ഇവിടെ പിന്നെ ഉള്ളത് മഗ്നീഷ്യം ഒക്കെ വന്ന് പിടിക്കേണ്ട ആവശ്യമുണ്ട്, ഇവിടെ മഗ്നീഷ്യത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ ഇതൊരു മോട്ടോർ പോലെയാണ്. ആൻഡ് ദിസ് ഇസ് ദ വേൾഡ് സ്മോളസ്റ്റ് മോളിക്കുലാർ മോട്ടോർ, ഏറ്റവും ചെറിയ മോളിക്കുലാർ മോട്ടോർ വിച്ച് പ്രൊഡ്യൂസസ് എനർജി ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ മോട്ടോർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്കിനി പറയേണ്ടത് ഈ കോംപ്ലക്സ് 5ൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പുറത്തേക്ക് പുറന്തള്ളിയാതാ ഇവിടെ എല്ലാം എന്താ ഉള്ളത്? പ്രോട്ടോൺ പമ്പ് സൈറ്റ്സ് അല്ലെങ്കിൽ എനർജി കൺസർവിംഗ് സൈറ്റ് എന്നാണ് പറയാ. ഇവിടെയുണ്ട്. ഇതുവഴി നമ്മൾ പ്രോട്ടോൺ പുറത്തേക്ക് പുറന്തള്ളിയിരുന്നു. ഈ പുറത്തേക്ക് പുറന്തള്ളിയ പ്രോട്ടോൺ H+
പ്ലസ് ഈ കോംപ്ലക്സിന്റെ F0 ഭാഗം വഴി H+ അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി ഇത് വീണ്ടും അതിന് ഉള്ളിലൂടെ നമ്മുടെ ഗാമ സബ് യൂണിറ്റ് വഴി, ഗാമ സബ് യൂണിറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞു, ഗാമ സബ് യൂണിറ്റിലൂടെ കടക്കുമ്പോൾ ചുറ്റുമുള്ള ഈ ആൽഫ ആൻഡ് ബീറ്റ സബ് യൂണിറ്റ്സിൽ 3α and 3β സബ് യൂണിറ്റ്സിൽ ചില കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഈ ബീറ്റ സബ് യൂണിറ്റിന് 3 സ്റ്റേറ്റിലിരിക്കാം. വൺ, ഇറ്റ് ഈസ് ഇൻ ലൂസ് സ്റ്റേറ്റ് ആണ്. ലൂസ് സ്റ്റേറ്റിൽ ഇവിടെ ATP വന്ന് ബൈൻഡ് ചെയ്യാം. ബൈൻഡിങ് ഓഫ് ATP. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ടൈറ്റ് കൺഫർമേഷൻ ആണെങ്കിൽ സിന്തസിസ് ഓഫ് ATP ആണ്. ATP ഉണ്ടാക്കുന്ന പ്രോസസ് ആയിരിക്കും നടക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ കൺഫർമേഷൻ റിലീസ് ഓഫ് ATP ആണ് നടക്കുക. സോ ADP ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നു, അതിനകത്തേക്ക് ഫോസ്ഫേറ്റ് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സിന്തസിസ് ഓഫ് ATP ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ദെൻ വെൻ ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ, റിലീസ് ഉണ്ടായ ATP പുറത്തേക്ക് പുറന്തള്ളുന്ന പരിപാടിയാണ് നടക്കുക. സോ ഡാമിലെ വെള്ളം ടർബൈനിലൂടെ കടത്തിവിടുമ്പോൾ എനർജി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇത് സംഭവിക്കുക. സോ ഈ കൺഫർമേഷണൽ ചേഞ്ചസ് മൂലം ബീറ്റ സബ് യൂണിറ്റിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ADPയിൽ, ബീറ്റ സബ് യൂണിറ്റിൽ ഒരു ADP വന്ന് പിടിച്ചിട്ടുണ്ടാവും, അതിൽ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നു. അതിന് വേണ്ട എനർജിയാണ് നമ്മുടെ H+ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുക. അപ്പൊ ഇത് കറങ്ങുന്നുണ്ട് എന്നങ്ങോട്ട് വിചാരിക്കുക. സോ ADP ബിക്കംസ് ATP ആവുന്നു, അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ ഓഫ് ADP ടു ATP. ADPയിൽ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിക്കുമ്പോൾ അത് ATP ആയിട്ട് മാറുന്നു, അഡിനിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതായത് ഓക്സിഡേഷനിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ നമ്മൾ ഇലക്ട്രോൺ ഇങ്ങനെ കടത്തി വിടുമ്പോൾ പുറത്തേക്ക് പോയ H+, പുറന്തള്ളിയ H+, കോംപ്ലക്സ് 5ലൂടെ തിരിച്ച് അകത്ത് കയറുമ്പോൾ ATP ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ അതാണ് ATP സിന്തസിസ് എന്ന് പറയും. സോ നമ്മൾ ATP ഓർ എനർജി ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു ആൻഡ് ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. സോ രണ്ടും കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ NADHൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ കൈമാറുന്നത് മൊത്തം 10H+ ആണ് പുറന്തള്ളുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് 5ാമത്തെ കോംപ്ലക്സിലൂടെ 10H+ അകത്തേക്ക് വന്നു എന്ന് നമുക്ക് കണക്കാക്കാം. ഇതിൽ നിന്നാണ് നമ്മൾ ATP ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ എത്ര ATP ഉണ്ടാക്കി എന്ന് കണക്കാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് P/O റേഷ്യോ എന്ന് പറയുന്നത്. P is for phosphate and oxygen. So number of ATP molecules produced, എത്ര ATP ഉണ്ടാക്കി per pair of electron transferred through ATC. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ATP synthesis related to the amount of oxygen consumed. എത്ര ATP ഉണ്ടാക്കി, എത്ര ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്തു. ഓർ നമ്പർ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് മെയ്ഡ് ഫോർ എവറി ആറ്റം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് എന്നാണ് നമ്മൾ PO റേഷ്യോ വെച്ച് പറയാം. സോ PO റേഷ്യോ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ NADHൽ നിന്ന് നമ്മൾ 10H+ പുറന്തള്ളി അല്ലെ. അപ്പോൾ 10H+ അകത്തേക്ക് കയറിയെങ്കിൽ അപ്പോൾ ATP എത്ര ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 2.5 ATP ആണ് നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഇൻ കേസ് ഓഫ് FAD ആണെങ്കിൽ നമ്മൾ ആകെ പുറന്തള്ളിയത് 6 ആണ്. അപ്പോൾ 6 മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ 2.5 ATP ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 1.5 ATP മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സോ അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നു, അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. അങ്ങനെ പുറന്തള്ളിയ H+ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ ഫോസ്ഫോറൈലേഷൻ ഓഫ് ADP നടത്തുന്നു. അതാണ് ATP സിന്തസിസ്. സോ ഇത് ഫോസ്ഫോറൈലേഷൻ ആണ്, ഇത് ഓക്സിഡേഷൻ ആണ്. സോ രണ്ടും കൂടി ചേർക്കുമ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയേണ്ടത്, അപ്പോൾ ETC കോംപ്ലക്സിൽ വിവിധ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ATP കോംപ്ലക്സിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലും ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ദെൻ ഓൾസോ ദർ ആർ സം അൺകപ്ലേഴ്സ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കൂടി. സോ അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.